നിരോധനം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ കേരളത്തിലെ അടുക്കളകളെ പിടിച്ചുലച്ച് മീൻവില കുതിച്ചുയരുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട മത്തിക്കും അയലയ്ക്കുമെല്ലാം പൊള്ളുന്ന വിലയാണ് ഇപ്പോൾ വിപണിയിൽ. 12 വർഷങ്ങൾക്ക് ശേഷം വലിയ മത്തി കേരള തീരത്ത് ലഭിച്ചു തുടങ്ങിയെന്ന സന്തോഷ വാർത്തയുണ്ടെങ്കിലും വില കേട്ട് ഞെട്ടുകയാണ് ഉപഭോക്താക്കൾ. 2 ആഴ്ച മുൻപ് കിലോയ്ക്ക് 200 രൂപയുണ്ടായിരുന്ന മത്തിക്ക് ഇപ്പോൾ 380 രൂപയാണ് വില. അയലയ്ക്കാകട്ടെ വലുപ്പത്തിനനുസരിച്ച് 340 മുതൽ 380 രൂപ വരെ നൽകണം. മറ്റിനം മീനുകൾക്കും കിലോയ്ക്ക് 40 മുതൽ 50 രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിലക്കയറ്റത്തിന്റെ ലാഭമൊന്നും തങ്ങളുടെ കൈകളിൽ എത്തുന്നില്ല എന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മണ്ണെണ്ണ വില വർധനവ്, കടലിലെ മത്സ്യക്ഷാമം, പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവ കാരണം തീരദേശം വലിയൊരു ഉപജീവന പ്രതിസന്ധിയിലാണ്. ഒരു വള്ളം കടലിൽ ഇറക്കാൻ ശരാശരി 30,000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. വലയെടുത്ത് തിരിച്ചെത്തുമ്പോൾ ലഭിക്കുന്നത് പരമാവധി 40,000 രൂപ മാത്രമാണ്. ഇതാകട്ടെ വെള്ളത്തിലുള്ള 50ഓളം തൊഴിലാളികൾക്കായി വീതം വയ്ക്കുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നത് 300 രൂപ മാത്രം. കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും വെള്ളമിറക്കുന്ന പലർക്കും ഇന്ധന ചെലവ് പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്. ഇതിനു പുറമെ കടലിൽ ഡോൾഫിൻ, കടൽമാക്രി എന്നിവയുടെ ശല്യം കാരണം ലക്ഷങ്ങൾ വിലയുള്ള വലകൾ കീറി നശിക്കുന്നതും പതിവായിട്ടുണ്ട്. ഉപകരണങ്ങൾ നന്നാക്കാൻ വീണ്ടും കടക്കണിയിലാവുകയാണ് ഇവർ. ലിറ്ററിന് 103 രൂപയായിരുന്ന മണ്ണെണ്ണയ്ക്ക് ഇപ്പോൾ 165 രൂപയാണ് വില. ഒരു വള്ളത്തിന് ഒരു ദിവസം ശരാശരി 300 ലിറ്റർ മണ്ണെണ്ണ വേണമെന്നിരിക്കെ സർക്കാരിൽ നിന്ന് സബ്സിഡി നിരക്കിൽ മാസത്തിൽ ലഭിക്കുന്നത് വെറും 129 മുതൽ 179 ലിറ്റർ വരെ മാത്രമാണ്. അടിക്കടി ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങളും കടൽക്ഷോഭ മുന്നറിയിപ്പുകളും കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത ദിവസങ്ങൾ ഏറുകയാണ്. ഡീസൽ വില വർധനവ് കാരണം വൻകിട ബോട്ടുകളും സർവീസ് കുറച്ചിട്ടുണ്ട്. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം കേരള തീരത്ത് മത്സ്യലഭ്യത വൻതോതിൽ കുറഞ്ഞു. സംസ്ഥാനത്ത് 1630 ഇൻബോർഡ് വള്ളങ്ങളും 600ഓളം ഔട്ട്ബോർഡ് വള്ളങ്ങളുമുണ്ട്. ഇവയെ ആശ്രയിച്ച് ജീവിക്കുന്നത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ്. വറുതിയുടെ ട്രോളിംഗ് കാലം മുന്നിലെത്തി നിൽക്കെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാരുകൾ അടിയന്തര പാക്കേജുകളും ഇന്ധന സബ്സിഡികളും പ്രഖ്യാപിക്കേണ്ടത് അനിവാര്യമാണ്. വിലക്കയറ്റത്തിൽ ഉപഭോക്താക്കളും വരുമാനമില്ലാതെ മത്സ്യത്തൊഴിലാളികളും ഒരുപോലെ വലയുന്ന ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ പട്ടിണിയിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.